എടാ എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ്. അവിടെ തൊട്ടാ പ്രശ്നം, ഇവിടെ തൊട്ടാ പ്രശ്നം, അവരെൻ്റെ അടുത്ത് പ്രശ്നത്തിന് വരുന്നു. എല്ലാവരും പ്രശ്നത്തിന് വന്നോട്ടെ, പക്ഷേ നിനക്ക് പ്രശ്നമായിട്ടിരിക്കണോ ഓക്കെ ആയിട്ടിരിക്കണോ എന്ന് ചിന്തിക്കുന്നത് ആരാ? നീയാ. കാരണം എന്താണെന്നറിയോ, നിൻ്റെ മനസ്സ് നിൻ്റെ കയ്യിലാണ് ഉള്ളത്, മറ്റൊരാളുടെ കയ്യിലല്ല. നിൻ്റെ മനസ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? അതിനെ നിനക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നീ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യുക, സെൽഫ് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ രണ്ട് കാര്യവും അത്യാവശ്യമാണ്. കാരണം മറ്റൊരാൾക്ക് അത് കൊണ്ടുതരാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ചിന്തിക്കേണ്ടത് ഞാനാ, അല്ലാണ്ട് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാളല്ല എന്നൊരു ബോധ്യം. ഓക്കെ, ഇഷ്ടമുള്ള ആഹാരം കഴിക്കും. മറ്റുള്ളവർ നിന്നെ ഫുഡ് ചെയ്യുന്ന വിളിക്കും, സാരമില്ല, എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും. ഓക്കെ, അതുപോലെ അത്യാവശ്യത്തിന് നീ ട്രാവൽ ചെയ്യും. മറ്റുള്ളവർ പറഞ്ഞു വെറുതെ കറങ്ങി നടങ്ങിയാണ് എന്ന്, സാരമില്ല, നമ്മളെ ഇഷ്ടമല്ലേ കുഞ്ഞു കുഞ്ഞു യാത്രകൾ, കുഞ്ഞു മലഞ്ചെരുവിൽ പോയിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കടലിൻ്റെ അടുത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു പൂമ്പാരികളെ പിടിക്കുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് അത് ബർഡനായിക്കോട്ടെ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേ നമ്മളുടെ ജീവിതത്തിനെ നശിപ്പിക്കാതെ നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ലോകത്ത് സുന്ദരമായിട്ട് ജീവിച്ചു പോവാം. കാരണം ഈ നിമിഷം കഴിഞ്ഞു പോയാൽ അടുത്ത നിമിഷം നമ്മളുണ്ടോയെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ലോകത്ത് നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ടെൻഷനാവുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ഗോ ചെയ്യുക. ഹാപ്പിനെസ് ഉണ്ടാവും, സ്ട്രഗിൾസ് വരും, അതിനെ ഫേസ് ചെയ്യുക. കാരണം അതും തരണം ചെയ്യാനുള്ള കഴിവ് ഞാൻ നിനക്കുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് പടച്ചോനല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നമ്മളെ കൊണ്ട് പറ്റൂടോ? പറ്റാത്തൊരു കാര്യമില്ല. ഓക്കെ, എന്നും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓഫി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ആർജവം. ഓക്കെ, അപ്പോൾ